ഹായ് സീരത്ത് കോപ്പൂർ. ഞങ്ങളിപ്പോൾ ഇന്ന് സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോകും. സുഹൃത്തുക്കളെ, മോളാണ് കേട്ടോ. ലക്ഷദ്വീപിലെത്തിയപ്പോഴേ സ്കൂബ ഡൈവിങ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറാണ്ടിരിക്കുക. അപ്പോൾ മോളുടെ ഒരു വീഡിയോ ഡയലോഗാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ലക്ഷദ്വീപിലെ കുറച്ച് വിശേഷങ്ങൾ പറയാം. സ്കൂബ ഡൈവിങ് അത് ഞാനൊരിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് മക്കളെ. ഇനി ഇത് ചെയ്യാൻ പേടിയുള്ള ആളുകൾ മുൻകൂട്ടി എന്താ ചെയ്യുക, സ്നോർക്കലിങ് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ ഞാൻ കാലിട്ടടിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജാക്കറ്റ് ഉണ്ടല്ലോ, അത് ചെയ്യാൻ അതിനെക്കുറിച്ച് പറയാം. പിന്നെ നീന്തൽ അടിപൊളിയാണ്. നീന്തൽ, കുളിക്കൽ ഒക്കെ എന്തായാലും ഇത് കയാക്കിംഗ് ആണ്. പിന്നെ ഗ്ലാസ് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി. ഗ്ലാസ് ബോട്ടിങ് അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത ഏജൊക്കെ ഉള്ള ആളുകൾ, കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഒന്നും കൂടിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിങ് ചെയ്യാം. അടിയിലുള്ള ഫിഷുകളൊക്കെ കാണാം. ഒന്ന് നോക്കിയേ. സ്കൂബ ഡൈവിങ് അത് ഒരു സംഭവം തന്നെ. ശരിക്കും ആസ്വദിച്ചിങ്ങനെ എന്താണ്, നമ്മൾ കുറേ കാലം നമ്മൾ ഈ ഭൂമിയുടെ ജീവിച്ചില്ലേ, ഇനി കുറച്ചൊരു മണിക്കൂറെങ്കിലുമൊക്കെ എന്താണ്, ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുറച്ചൊന്ന് ജീവിക്കാം. അടിപൊളിയാണ്. പിന്നെ സ്നോർക്കലിങ് ഫസ്റ്റ് ചെയ്താൽ നമുക്കൊരു ഭയം ഉണ്ടാവില്ല കേട്ടോ. കുറച്ചൊക്കെ അത് ജാക്കറ്റ് ഉണ്ടാവും. പിന്നെ നമുക്കെന്താണ്, പിന്നെ ഗ്ലാസ് വരും, ബ്രീത്ത് പിന്നെ പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടിയിൽ ഇങ്ങനെ ആസ്വദിച്ച് ശരിക്കും ഞാനിങ്ങനെ കാലിട്ടടിക്കേണ്ട അതൊന്നും അറിയണേ ഇല്ല. നമ്മൾ അടിയിലുള്ള ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിച്ച് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ലക്ഷദ്വീപിൽ പല കടലാണ്. എൻ്റെ മെയിൻ ഭംഗി എന്ന് വെച്ചാൽ ലക്ഷദ്വീപിൻ്റെ. അപ്പോൾ നമ്മൾ വരുന്നവരെ മാക്സിമം കടലിലൊക്കെ പോയിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്, നീന്തിയിട്ടും അടിപൊളിയെന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഒന്നൊരു ഫാമിലിയൊക്കെ ആയിട്ടൊരു ട്രിപ്പ് അടിപൊളിയാണ്. എന്തായാലും സ്കൂബ ഡൈവ് നഷ്ടപ്പെടുത്തിയിട്ട് കേട്ടോ. നമ്മളെ പേടി അങ്ങോട്ട് എടുത്ത് മാറ്റുക. കുറച്ച് പേര് കൂടെ വന്ന കുറച്ച് സുഹൃത്തുക്കൾ വരാതെ നിന്നപ്പോൾ എനിക്ക് ഒരു പ്രയാസമായി. അപ്പോൾ ലക്ഷദ്വീപിലെത്തിക്കഴിഞ്ഞാൽ എല്ലാത്തിലും എൻജോയ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.